ഹായ് ഗായ്സ്, ഇന്ന് ഞാനൊരു ഷൂ വീഡിയോ ചെയ്യാൻ പോവാണ്. ഞാൻ നിങ്ങൾക്ക് എല്ലാ എൻ്റെ ഷൂസും പരിചയപ്പെടുത്തി തരാം. സോ ഫസ്റ്റ് ചെയ്യണ മുമ്പ് ഈ ആണ് ഓർമ്മ വരും നിങ്ങൾക്ക്. എനിക്ക് ക്രിസ്മസിന് കിട്ടിയതാണ്, ക്രിസ്മസ് ട്രീൻ്റെ അടുത്ത്. അത് കണ്ടിട്ടില്ലെങ്കിൽ എൻ്റെ ചാനലിൽ പോവാ, ആ വീഡിയോ കാണുക, അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സോ അത് കണ്ടിട്ട് പിന്നെ ഞാൻ ഈ വീഡിയോയിലേക്ക് വരും. സോ ഫസ്റ്റ് ഞാൻ കാണിച്ചു തരാൻ പോകുന്ന ഷൂ എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഹൗസ് ഷൂ ആയിരിക്കും. സോ ഇതാണ് എൻ്റെ ഹൗസ് ഷൂ. എൻ്റെ അച്ഛൻ മേടിച്ചതാണ് പൂമയിൽ പോയിട്ട്. ഞാനിപ്പോൾ ഇത് ഇട്ടുകൊണ്ട് നടക്കുന്നുണ്ട്, പക്ഷെ വീഡിയോയ്ക്ക് വേണ്ടി ഞാൻ ഊരി വെച്ചതാണ്. സോ ഇതാണ് ഞങ്ങളുടെ ഫസ്റ്റ് ഷൂ ഞങ്ങൾ തരാൻ പോകുന്ന. ഇവിടെ കുറച്ച് ബ്ലൂ ലൈൻസും ഉണ്ട് കണ്ടോ. പിന്നെ ഇങ്ങനെ ഒരു പൂച്ചയും കുറേ ഡീറ്റെയിൽസ് ഉണ്ട്. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ഒരു കാർ സിമ്പിളും ഉണ്ട്, അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സോ ഞാനിത് ഇവിടെ സൈഡിലേക്ക് വയ്ക്കാൻ പോകുന്നത്. പിന്നെ നെക്സ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്നത് ഞാൻ സ്കൂളിൽ ഇട്ടുകൊണ്ട് പോകുന്ന ഷൂസ് ആയിരിക്കും. സോ ഇതാണ് എൻ്റെ ഷൂസ്, സ്കൂളിൽ ഇട്ടുകൊണ്ട് പോകുന്ന ഷൂസ്. സോ ഇത് കാണുവാണെങ്കിൽ നിങ്ങൾക്ക് വിൻ്റർ ഷൂസ് ആയി തോന്നും. ഇവിടെ വിൻ്റർ ആണ്, അതുകൊണ്ടാണ് ഈ വിൻ്റർ ഷൂസ് ഇട്ടുകൊണ്ട് ഞാൻ സ്കൂളിൽ പോകുന്നത്. അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും വിൻ്റർ ഷൂസ് ഇട്ടുകൊണ്ട് ഞാൻ പോകില്ലായിരുന്നു. പക്ഷെ അതുകൊണ്ട് ഇത് എനിക്ക് അങ്ങനെ ഓർമ്മയില്ല. പക്ഷെ എൻ്റെ അച്ഛനും അമ്മയും കൊണ്ടിട്ട് ഞാൻ ഇവിടെ പോയപ്പോൾ ഇങ്ങനെ അവർ എനിക്ക് മേടിച്ചതാണ്. പിന്നെ അവരും വിൻ്റർ ഷൂസ് മേടിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് എൻ്റെ ഷൂസ് ആയതുകൊണ്ട് ഞാൻ കാണിക്കുന്നുള്ളതന്നെ. പക്ഷേ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ എൻ്റെ അച്ഛൻ്റെ അമ്മേൻ്റെ ഷൂസ് വീഡിയോ കാണിക്കും. സോ അത് ചെക്കൗട്ട് ചെയ്യാൻ മറക്കല്ലേ. സോ എൻ്റെ നെക്സ്റ്റ് ഞാൻ എൻ്റെ പൂമയിൽ കിട്ടിയ ഷൂസ് ആയിരിക്കും കാണിക്കാൻ പോകുന്നത്. ഇതാണ് എൻ്റെ ഷൂസ്. ഈ ഷൂസ് ഇടുന്ന മുമ്പ് ഞാൻ ഇതാണ് ഇട്ടുകൊണ്ട് പോയിരിക്കുന്നത്. അച്ഛ ആദ്യം പൂമയിൽ പോയിട്ട് വന്നപ്പോൾ മേടിച്ചതാണ് ഷൂസ് ആയിരുന്നു. എന്നാൽ ഞാൻ യൂസ് ചെയ്യാറുണ്ട്, പക്ഷെ ഞാനങ്ങനെ പുറത്തൊന്നും ഇട്ടുണ്ട് അത്രയും ഓഫറായിട്ട് ഇട്ടുകൊണ്ട് പോകാറില്ല. എന്താണെന്ന് വെച്ചാൽ വിൻ്റർ ആയതുകൊണ്ട് ഇങ്ങനത്തെ ഷൂസൊന്നും ഞാൻ ഇട്ടിട്ട് പോകാറില്ല. ബിക്കോസ് ഒരു പ്രാവശ്യം ഇട്ടിട്ട് പോയിട്ടുണ്ട്, മഞ്ഞൊക്കെ പെയ്തും നല്ലപോലെ അങ്ങോട്ട് നനഞ്ഞു തുടങ്ങി ഞാൻ. അതുകൊണ്ടാണ് അവർ പറഞ്ഞത് ഈ ഷൂസ് ഇടാമെന്ന്. സോ അതുകൊണ്ടാണ് ഞാൻ ഈ ഷൂസ് നിർത്തിയത്. പക്ഷെ ഞാൻ ഇടും സമ്മറിന് ഞാൻ ഇട്ട് തുടങ്ങും. നെക്സ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്നത് എൻ്റെ സ്പോർട്സ് ഷൂസാണ്. ഇതാണ് എൻ്റെ സ്പോർട്സ് ഷൂ. സോ ഈ ഷൂസ് എൻ്റെ അച്ഛനും അമ്മയും ഞങ്ങൾ ഇന്ത്യയിലായിരുന്നപ്പോൾ മേടിച്ചതാണ്. പക്ഷെ ഞാനിപ്പോൾ ഇത് വീട്ടിലും പുറത്തൊന്നും അത്ര ഇടാറില്ല. ബിക്കോസ് ഞങ്ങളുടെ സ്കൂളിൽ സ്പോർട്സ് ഇല്ലേ, സോ അതിലൊക്കെ ഇട്ടുകൊണ്ട് പോകാറുണ്ട്. എൻ്റെ സ്പോർട്സ് ബാഗിൽ പോകാറുണ്ട് എൻ്റെ സ്പോർട്സിനാണ്. സോ ഞാനിങ്ങനെ പോകും ബിക്കോസ് ഞാൻ പോകുമ്പോൾ സ്പോർട്സിനാണ്. ബിക്കോസ് എന്തായാലും ഇന്നിട്ട് പറ്റില്ല. സോ സ്പോർട്സിന് ഇടണം. പിന്നെ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരു ബേബി പിങ്കും വൈറ്റും ബ്ലാക്കും ഗ്രേയുമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ കളേഴ്സ്. പിന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് യൂസ്ഡ് ആണ്. ബിക്കോസ് നിങ്ങൾക്ക് ഇങ്ങനെ വൈറ്റ് ഷൂ താഴത്തുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ കറ കാണാൻ പറ്റും. സോ അത് മീൻസ് നിങ്ങൾ കുറേ ദിവസമായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് എൻ്റെ റെയിൻ ഷൂസ് ആയിട്ടുണ്ട്. ഇതാണ് എൻ്റെ റെയിൻ ഷൂസ്. ആക്ഷനിൽ പോയപ്പോൾ മേടിച്ചതാണിത് എനിക്ക് തോന്നുന്നു. പക്ഷെ ഞാൻ എൻ്റെ കിറ്റിൽ ഇട്ടുകൊണ്ട് പോകാറുള്ള ഷൂസ് ആയിരുന്നു ഇത്. പക്ഷെ ഞാൻ കൂടുതൽ ഇടാറില്ല. ബിക്കോസ് ഇങ്ങനെ ഭയങ്കര സ്ലിപ്പാവുന്ന സാധനങ്ങളാണ്. പിന്നെ എൻ്റെ കാലിന് അത്രയും ടൈറ്റല്ല, അതുകൊണ്ട് ഞാൻ ഇടാറില്ല. പക്ഷെ ഞാൻ റെയിനി ഡേയ്സ് വരുമ്പോൾ ഇടുന്നത് തുടങ്ങുമായിരിക്കും. ബിക്കോസ് ഇത് ഭയങ്കര വലിയ ഷൂസ് ആയിരിക്കും. നെക്സ്റ്റ് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് എൻ്റെ പാർട്ടി ഷൂസ് ആയിരിക്കും. ഇതാണ് എൻ്റെ റെയിനി ഷൂസ്. ഇതാണ് എൻ്റെ പാർട്ടി ഷൂസ്. ഞാൻ ഇട്ട് കാണിച്ചിട്ടുണ്ട്. ഇങ്ങനെ അത് ഇരിക്കുക. ഇങ്ങനെ എൻ്റെ പാർട്ടി ഷൂസ് എനിക്ക് മേടിച്ച
എനിക്ക് ഉറപ്പാരും എനിക്ക് മേടിച്ചതാണ്. പിന്നെ എനിക്ക് അറിയില്ല ആരാ മേടിച്ചതെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു എൻ്റെ ഓണക്കൂടിയിട്ട് മേടിച്ചതാണ്. പക്ഷെ എനിക്ക് അറിയാൻ പാടില്ല ആരെന്ന്. ഇത് ഞാൻ അത്രയും യൂസ് ചെയ്തിട്ടുള്ള ഞാൻ ഇവിടെ വന്നപ്പോൾ, ബിക്കോസ് ഞാൻ ഇന്ത്യയിലായിരുന്നപ്പോൾ ഞാൻ നല്ലപോലെ യൂസ് ചെയ്യാറുണ്ടായി. പക്ഷെ ഇവിടെ ഭയങ്കര ഇതായതുകൊണ്ട് ഞാനിങ്ങനെ ഉള്ള ഷൂസ് ഒന്നും എടുത്തിട്ട് പോകാറില്ല. എൻ്റെ നെക്സ്റ്റ് പാർട്ടി ഷൂസ്. ഇതാണ് എൻ്റെ സെക്കൻഡ് പാർട്ടി ഷൂസ്. ഇത് എൻ്റെ മാമൻ മേടിച്ചതാണ്. മണിമാമൻ. ഞാൻ മാമൻ എന്ന് വിളിക്കാറില്ല, പക്ഷെ എൻ്റെ അമ്മ മണിച്ചാച്ചൻ എന്ന് വിളിക്കാറില്ല. ശരിക്കും എൻ്റെ അപ്പൂപ്പനാണ്, പക്ഷെ ഞാൻ മണിമാമൻ എന്നാണ് വിളിക്കാറുള്ളൂ. ഇത് ഞാൻ എൻ്റെ പുളി എടുക്കാൻ പോയപ്പോൾ പുളി എടുത്ത് കഴിഞ്ഞിട്ട് ഈ കാല് ഭയങ്കര ആയതുകൊണ്ട് മണിമാമൻ ഇത് മേടിച്ചു തന്നതാണ്. ഈ ഷൂസ് വീട്ടിലെടുത്തോ. പിന്നെ ഞാൻ നന്നായി യൂസ് ചെയ്യാറുണ്ട്, പക്ഷേ മറ്റേ പാർട്ടി ഷൂസ് പോലെ തന്നെ നെക്സ്റ്റ് എൻ്റെ പൂമ ഷൂസ് ആയിരിക്കും. ഇത് ഭയങ്കര ഹെവി ആയിട്ടുള്ള പൂമ ഷൂസാണ്. അച്ഛ പൂമയിൽ പോയപ്പോൾ മേടിച്ചിട്ടുള്ളതാണ്, ബിക്കോസ് പൂമകളുണ്ട്. പിന്നെ ഇത് അച്ഛ പൂമയിൽ പോയപ്പോൾ മേടിച്ചിട്ടുള്ളതാണ്. എനിക്ക് എന്താ ഇഷ്ടം എന്ന് വെച്ചാൽ നല്ലൊരു ഹെവി പൂമയാണ്, ബിക്കോസ് ഇത് കണ്ട കുറേ കളേഴ്സും കുറേ എല്ലായിടത്തും കുറേ കളേഴ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുറേ കളേഴ്സ്. സോ നെക്സ്റ്റ് പൂമ ഷൂസ് ആയിരിക്കും മേടിച്ചിട്ടുള്ളത്. ഇതാണ് സെക്കൻഡ് പൂമ ഷൂസ്. സോ ഈ പൂമ ഷൂസ് പൂമയിൽ തന്നെ, പക്ഷെ ഇതാണ് ഭയങ്കര ഗ്ലിറ്ററാണ്. അതെൻ്റെ ഫേവറേറ്റ് പോലെ. ഇതും അച്ഛൻ മേടിച്ചു തന്നതാണ് പൂമയിൽ പോയപ്പോൾ. നിങ്ങൾക്ക് പൂമ സൈഡ് കാണാം. പിന്നെ ഞാൻ എൻ്റെ തേർഡ് പൂമ ഷൂ കാണിച്ചു തരാൻ പോകുന്നത്. ഇതാണ് എൻ്റെ ലാസ്റ്റ് പൂമ ഷൂ. ഇതാണ് ഇങ്ങനെ ലീറ്റി ബുക്സ്. പിന്നെ ഇതും എൻ്റെ അച്ഛൻ പൂമയിൽ നിന്ന് മേടിച്ചു തന്ന ഷൂസാണ്. അത് എൻ്റെ പൂമ ഷൂ ആണ്. പിന്നെ ഇതാണ് എൻ്റെ ലേഡി ബഗ് പൂമ ഷൂ. ഇതാണ് എൻ്റെ ഫേവറേറ്റ് പൂമ ഷൂ. ലേഡി ബഗിൻ്റെ ഫോട്ടോ. എൻ്റെ പൂമ ലേഡി ബഗ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഷൂസ്. അവിടെ കുറേ ലേഡി ബഗിൻ്റെ കുറച്ച് ഡിസൈനൊക്കെ ഉണ്ട്, കുറച്ച് സിൽവറും. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ ലേഡി ബഗിൻ്റെ പൂമ ഷൂസ് ആയിരിക്കും. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. എൻ്റെ ഷൂസ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ പറയും ഏത് ഷൂസാണ് എനിക്കും യൂണിക്കോണിനും ഇഷ്ടം. ഞാൻ പേര് അവൻ്റെ പിക്സിനായിട്ട് എനിക്കും പിക്സിക്കും ഇഷ്ടപ്പെട്ട ഷൂസ് ഞാൻ പറയും. ഇത് പൂമ. നെക്സ്റ്റ് എൻ്റെ ഹൗസ് ഷൂസ് ആയിരിക്കും ശരിയാ. എൻ്റെ താറാവ് ഹൗസ് ഷൂസ്. പക്ഷെ ഞാൻ ഇടാറില്ല, ബിക്കോസ് അത് ചെറുതായി എൻ്റെ കാലിന്. ഞാൻ കാണിച്ചേക്കാം നിങ്ങൾക്ക്. ഞാനിങ്ങനെ പറഞ്ഞത് ഇതല്ല, ഞാൻ എൻ്റെ കാലിവിടുന്നു. ഇതാണ് ഇത് ഇങ്ങനെ ഇല്ല, പക്ഷെ എനിക്കിത് ആവശ്യമില്ലാണ്ടായി. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ഹൗസ് ഷൂസ് ഇതായിരിക്കും. സോ ഹൗസ് ഷൂസ് എനിക്ക് ആവശ്യമില്ല. പക്ഷെ ഞാൻ എൻ്റെ അനിയൻ ചിലപ്പോൾ സായിൻ്റെ കാലിൻ്റെ ഉള്ളിൽ ഫിറ്റായെങ്കിൽ അവന് തെറ്റി കൊടുക്കാൻ പറ്റുന്നുണ്ടാവും. പിന്നെ അത് ഭയങ്കര ഇഷ്ടപ്പെട്ടത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് താറാവുകളാണ് ഭയങ്കര ക്യൂട്ടായി. പക്ഷെ എനിക്ക് ഇടാറുള്ള നെക്സ്റ്റ് ഹൗസ് ഷൂസ് ആയിരിക്കും ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. ഇതെൻ്റെ കറക്റ്റ് സൈസാണ്. ഞാൻ കീറ്റയിൽ പോകുമ്പോൾ ഇട്ടുണ്ട് നടന്ന ഹൗസ് ഷൂസ് ആയിരിക്കും ഇത്. ഞാൻ കീറ്റയിൽ നിന്ന് ഫസ്റ്റ് സ്റ്റാൻഡേർഡിലേക്ക് പോകുമ്പോൾ ഞാൻ ഈ ഹൗസ് ഷൂസ് ഇടാറില്ല അത്രയും ഇതുപോലെ തന്നെ, ബിക്കോസ് എനിക്കൊരു പുതിയ ഹൗസ് ഷൂസ് അച്ഛൻ മേടിച്ചു. അതുകൊണ്ട് ഞാൻ ഇത് ഇടാറില്ല, ഇത് രണ്ടും ഇടാറില്ല ഞാൻ. പിന്നെ സെയിം കളർ തന്നെയാണ്, ബേബി പിങ്ക് ആണ്. എൻ്റെ ഈ സ്പോർട്സ് ഷൂസിൻ്റെ സെയിം കളർ തന്നെയാണ് ഈ ഷൂസ്. പിന്നെ അത്രേ ഉള്ളൂ എൻ്റെ ഷൂസ്. സോ ഞാൻ കൗണ്ട് ചെയ്തിട്ട് എത്ര ഷൂസ് ഉണ്ട്. 1 2 3 4 5 6 7 8 9 10 11 12 ഷൂസ് ഉണ്ട് കേട്ടോ. ഇനി പിക്സി പറയും ഏത് ഷൂസാണ് അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്.
അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഷൂസ് ഇതായിരുന്നു. ഇതാണ് അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഷൂസ്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഷൂസ് ഇതാണ്. ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ഇതാണ് എൻ്റെ ഫേവററ്റ്, ഞങ്ങളുടെ ഫേവററ്റ് ഷൂസ്. കണ്ട, ഇതാണ് നിങ്ങളുടെ ഫേവററ്റ് ഷൂസ്. സോ അത്രയുള്ള ഇന്നത്തെ വീഡിയോ. സോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സോ ബൈ ബൈ.